ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ടൊമാറ്റോ ഉള്ളിലെ സീഡൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 പാക്കറ്റ് ചിക്കൻ സ്റ്റോക്ക് പൗഡറും വേണം. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പാക്കറ്റ് ചിക്കൻ സ്റ്റോക്ക് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ച ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ടൊമാറ്റോയും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സ്ക്യൂവേഴ്സാണ്. ഈ സ്ക്യൂവേഴ്സ് ആവശ്യത്തിനുള്ളത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഓരോ സ്ക്യൂവർ എടുത്തിട്ട് അതിലേക്ക് ഇത് കുത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം എടുക്കുക. ഇനി ഇത് ഗ്രിൽ പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗ്രിൽ പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഗ്രിൽ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ എല്ലായിടവും വരത്തക്കവണ്ണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ സ്ക്യൂവറും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്ലെയിമിനി കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതിനെ തിരിച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ എല്ലാ സൈഡും വേഗത്തക്ക രീതിയിൽ തിരിച്ച് വെച്ച് കൊടുക്കണം. ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചിക്കൻ ടിക്ക ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.